വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു ഗൈസ്. ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് വിത്തിൻ 2-3 വീക്സ് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിനെപ്പറ്റി ഒരു ചാറ്റാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതിനൊപ്പം തന്നെ അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ, വിസിറ്റിംഗ് വിസ, സാധാരണ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് പലർക്കുമുള്ള പല സംശയങ്ങളും തീർക്കുന്ന ഒരു ചാറ്റാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ളത് ജസ്ലിൻ ജോർജ്, ന്യൂസിലാൻഡ് ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസർ ആണ്. നാട്ടിലെവിടെയാണ്? നാട്ടില് തൃശ്ശൂരാണ്. ഇവിടെ കുറച്ച് കാലമായോ? ഇവിടെ വന്നിട്ട് ഇപ്പൊ 2 വർഷത്തിന് മുകളിലായി. അപ്പൊ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങളും പരിപാടികളൊക്കെ വരാൻ പോകുന്നുണ്ടെന്ന് കേട്ടു. എന്തൊക്കെയാണ് പുതിയ നമ്മളെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ഇപ്പോ ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് അനൗൺസ് ചെയ്തിട്ടുള്ളത് അവരുടെ റിവൈസ് ഓഫ് ഫീസ് ആണ്. അവരുടെ എല്ലാ ഫീയും റിവൈസ് ചെയ്യാം. ഇമിഗ്രേഷന്റെ ഫീസ്, അതായത് റെസിഡൻസിന്റെ ഫീ, അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റുഡന്റ് വിസ ആപ്ലിക്കേഷൻ ഫീ, പാർട്ട്ണർഷിപ്പ് ആപ്ലിക്കേഷൻസിന്റെ ഒരുവിധപ്പെട്ട എല്ലാ ഫീസും ഇമിഗ്രേഷൻ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ഒക്ടോബർ 1 എന്ന് പറഞ്ഞാൽ 2-3 ആഴ്ചയുള്ളൂ. 2 ആഴ്ചയുള്ളൂ. എത്ര കാലം ഇവർ അനൗൺസ് ചെയ്തിട്ട്? ഇതിപ്പോ ഒരു മാസം മുന്നേ ആയിട്ട് ഒരു അനൗൺസ് ചെയ്തത്. ഒരു മാസം മുമ്പ് അനൗൺസ് ചെയ്തിട്ടുള്ളൂ. അതെ. ഓക്കെ. അപ്പൊ വല്ലാതെ മാറ്റം വരുന്നുണ്ടോ? എന്തൊക്കെയാണ്? അതായത് ഒരുപാട് മാറ്റം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ശരിക്കുള്ള റേറ്റ് ഇപ്പൊ സ്കിൽഡ് റെസിഡൻസ്, നമുക്ക് എല്ലാവർക്കും ഇവിടെ വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് റെസിഡൻസ്. അപ്പൊ അതിൽ സ്കിൽഡ് റെസിഡൻസ് എന്ന് പറഞ്ഞത് $4,290 ആണ്. നമ്മള് സെപ്റ്റംബർ 30 വരെ ലോഡ്ജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ അതിനുശേഷം ഒക്ടോബർ 1 തൊട്ട് ആണെന്നുണ്ടെങ്കിൽ അത് $6,450 ആവും. ഏതാണ്ട് $2,000 കൂടുകയാണ്. എന്തിനാ കൂടുന്നത്? അതായത് ഇമിഗ്രേഷന്റെ ഫീ കൂടുന്നതന്നെയാണ്. അത് ഗവൺമെന്റിന്റെ ഫീ ആണ്. അപ്പൊ അതിന് അവർക്ക് $2,000 മാറ്റം വരികയാണ് 2 ആഴ്ച കൊണ്ട്. 2 ആഴ്ച. എന്തെങ്കിലും സ്പെഷ്യൽ റീസൺ ഉണ്ടോ എന്തെങ്കിലും ഇങ്ങനെ കൂട്ടാനായിട്ട്? അതായത് കാലാകാലങ്ങളിൽ ഇമിഗ്രേഷൻ വരുത്തുന്ന ചേഞ്ചസ് ആണ് ഈ പ്രൈസസ്. ഇത്രയധികം മാറ്റങ്ങൾ വരാറുണ്ടോ? അങ്ങനെ ഇത്രയും കൺസിഡറബിൾ ഡിഫറൻസ് ജമ്പ് സാധാരണ വരാറില്ല. കുറേശ്ശെയാണ് കൂടാറുള്ളത്. ഇപ്പൊ പുതിയ ഗവൺമെന്റിന്റെ റൂൾസ് പ്രകാരം ചേഞ്ച് ചെയ്തായിരിക്കും. പുതിയ ഗവൺമെന്റ് എല്ലാത്തിലും മാറ്റങ്ങൾ വരുത്തുന്നത്. പിന്നെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്? പിന്നെ വരുന്നത് പാർട്ട്ണർഷിപ്പ് വർക്ക് വിസ. അതായത് നമ്മളിപ്പോ ഒരു പാർട്ട്ണർഷിപ്പ് ബേസ്ഡ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിന് സെപ്റ്റംബർ 30 വരെയാണെന്നുണ്ടെങ്കിൽ $700 ആണ് ചാർജ് വരുന്നത്. അത് 1,355, അതായത് ഓൾമോസ്റ്റ് ഡബിൾ ആവുകയാണ്. 1,400 തൊട്ട് താഴ്ത്ത്. അതായത് ഒരു 100% ജമ്പ്. അതേപോലെ പാർട്ട്ണർഷിപ്പ് റെസിഡൻസ് അതായിരിക്കും എനിക്ക് തോന്നുന്നു വരുമ്പോഴേ പലർക്കും മിസ്സാവാനും, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ആ ഒരു പാർട്ട്ണർഷിപ്പ് ബേസ്ഡ് റെസിഡൻസ് കാറ്റഗറി. അതായത് ഡിപെൻഡന്റ് ആയിട്ട് വന്നിട്ടുള്ളവർക്ക് റെസിഡൻസിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ്. അത് 2,750 നിന്ന് അത് 5,360 വരുന്നത്. ഓൾമോസ്റ്റ് 100% ആണ് ജമ്പ് വരുന്നത്. എല്ലാ ചേഞ്ചസ് അതിപ്പോ ഗവൺമെന്റ് ഇപ്പൊ നമുക്കറിയാലോ ഇവിടുത്തെ എക്കോണമി ഒക്കെ ഒരു റിസഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഗവൺമെന്റിന്റെ കയ്യിൽ ഫണ്ടില്ല. ഗവൺമെന്റ് അതിനുവേണ്ടി അവരുടെ സർവീസസ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഇത് ഇമിഗ്രേഷന്റെ കയ്യിലുള്ള കാര്യമാണ്. അത് ആർക്കും അതിനെ നമുക്ക് ചോദ്യം ചെയ്യാം. പക്ഷെ ചോദ്യം ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. അതിപ്പോ ഈ ഓസ്ട്രേലിയയിലും ഈ അടുത്ത് ചേഞ്ച് ചെയ്തതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയും ചേഞ്ചസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. വർക്ക് വിസ ഇപ്പൊ 750 ആയിരുന്നു. AEW എന്ന് പറഞ്ഞ അക്രഡിറ്റഡ് എംപ്ലോയ് വർക്ക് വിസ. അത് 750 ആയിരുന്നു. അതിപ്പോ 1,540, അതായത് 1,540. അതും എല്ലാം ഓൾമോസ്റ്റ് ഡബിൾ ആകും. അപ്പോ ഈ ഡബിൾ ആവുന്നത് നമുക്ക് അതിനെ നിർത്താനോ അല്ലെങ്കിൽ അത് മാറ്റിവെക്കാനോ സാധ്യതയില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ സമയം ഈ പറഞ്ഞ നെക്സ്റ്റ് 2 വീക്സിൽ ആരെങ്കിലും അതിന് എലിജിബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ജോബ് ടോക്കൺ റെഡി ആയിട്ട് നിൽക്കുന്നവർ അത് ലോഡ്ജ് ചെയ്യണം. അപ്ലിക്കേഷൻ ലോഡ്ജ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് റെസിഡൻസ് അപ്ലിക്കേഷന് ഒരുപാട് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ആണ് നിങ്ങൾ ഒരുമിച്ച് താമസിക്കണം എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റണം. അത് നിങ്ങൾ അതിന്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് സെപ്റ്റംബർ 30 മുന്നേ ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒട്ടും വെയിറ്റ് ചെയ്യരുത്. വെയിറ്റ് ചെയ്താൽ 100% കൂടുതൽ കൊടുക്കേണ്ടി വരും. അതിൽ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫീ ഇൻക്രീസ് നോക്കി മാത്രം ഇത് ലോഡ്ജ് ചെയ്താൽ നിങ്ങൾ അതിന്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പൈസയും പോവും. പിന്നെ നമ്മള് ഒക്ടോബർ 1 ശേഷമാണെന്നുണ്ടെങ്കിൽ കൂടിയ ഫീല് കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ജസ്റ്റ് ബിക്കോസ്
ഫീ ഇൻക്രീസ് ഉള്ളത് കൊണ്ട് മാത്രം അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇപ്പം ഇത് നമ്മളെല്ലാം ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി എന്താ ചെയ്യാൻ വഴിയുള്ളത്? നിങ്ങളെ പോലുള്ള ഒരാളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അസസ്മെന്റ് നടത്തിയിട്ട് നിങ്ങൾക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റുമോ, ഇനി സപ്പോർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് എടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ എലിജിബിലിറ്റി കണ്ടെത്തുക, എലിജിബിലിറ്റി അസസ്മെന്റ് നടത്താൻ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ, ഈ സുവർണാവസരം എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. യൂട്ടിലൈസ് ചെയ്യുക എന്നാണ് പുള്ളി പറയുന്നത്. അതെ, അപ്പൊ ഇമിഗ്രേഷൻ വഴി ആർക്കും നേരിട്ട് അപ്ലൈ ചെയ്യാം, അതിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. പക്ഷെ നിങ്ങൾ ഒരു ഇമിഗ്രേഷൻ അഡ്വൈസറെ മീറ്റ് ചെയ്തിട്ട് അവരുടെ അഡ്വൈസ് എടുക്കുമ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ, ഞാൻ ആ കാർഡ് കാണിച്ചൊന്നുമില്ല, അതായത് ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസർ ആയിട്ടിരിക്കുന്ന ഒരാളെ അവര് ത്രൂ ചെയ്യുന്ന പ്രോസസ്സിന് എപ്പോഴും അതിൻ്റെതായിട്ടുള്ള അത് ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സ് അതോറിറ്റി ആയിട്ട് കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു ബോഡി കൺട്രോൾ ചെയ്ത് അവരാണ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ അവരുടെ സർട്ടൺ ക്രൈറ്റീരിയാസും കണ്ടീഷൻസും മീറ്റ് ചെയ്തിട്ട് വേണം ഒരു അഡ്വൈസർ വർക്ക് ചെയ്യാൻ. അപ്പോ ആ രീതിയിൽ വരുമ്പോ അതിന് ജെന്യൂനിറ്റി ഉണ്ടാവും, കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒതന്റിക് ആണെന്നുള്ളത്. ലൈസൻസ്ഡ് അഡ്വൈസർ ആണ്. അപ്പൊ ലൈസൻസ്ഡ് അഡ്വൈസർ, അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് ചെയ്യുന്നതിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. പക്ഷെ ഞാൻ നേരത്തെ ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞല്ലോ, അതായത് നമ്മള് സ്വന്തമായിട്ടൊരു അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു പക്ഷെ അതിൽ എന്തെങ്കിലും പോരായ്മകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോ ഒരു ഡിക്ലൈനിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മള് അത് റീഫണ്ട് ചെയ്യില്ല, നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് INC റീഫണ്ട് ചെയ്യില്ല, ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് റീഫണ്ട് ചെയ്യില്ല. പിന്നെ നമ്മൾ പുതിയ അപ്ലിക്കേഷൻ ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഡബിൾ ഇമ്പാക്ട് വരും. അത് വരാണ്ട് നമ്മൾ എലിജിബിൾ ആണോ എന്ന് കണ്ടെത്തിയതിനു ശേഷം ലോഡ് ചെയ്യായിരിക്കും എപ്പോഴും നല്ലത്. ടൈമും ഒബ്വിയസ്ലി ടൈം പോവും, അതിന്റെ പ്രയോറിറ്റി ലിസ്റ്റ്. ഇപ്പൊ പൊതുവെ ഇമിഗ്രേഷനിൽ പ്രോസസിംഗ് ടൈം ഒരുപാട് കൂടി നിൽക്കുന്ന സമയമാണ്. ഫോർ എക്സാമ്പിൾ, ഈ അടുത്ത് ഇമിഗ്രേഷൻ ഒരു അഡ്വൈസ് തന്നിട്ടുള്ളത്, വിസിറ്റർ വിസ നിങ്ങൾ ലോഡ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് 3 മാസം മുന്നെങ്കിലും സിസ്റ്റത്തിൽ ലോഡ് ചെയ്യണമെന്നാണ് അവരിപ്പോ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്, റെക്കമെൻഡഡ് ടൈം ഫ്രെയിം. ഡിസംബർ ജനുവരിയിലേക്ക് വേണമെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ ഇടണം. അതായത് ഇപ്പൊ ഡിസംബർ ആണല്ലോ ഇവിടെ പൊതുവെ, നവംബർ തൊട്ട് ഡിസംബർ ആണ് ഇവിടുത്തെ മെയിൻ സമ്മർ ആണ്. അധികം പേരും വിസിറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സമയം അതാണ്. നാട്ടിൽ നിന്നവരൊക്കെ വരുന്നവർ, അവധിയുള്ള സമയമാണ്, കുഞ്ഞുങ്ങൾക്ക് അവധിയുള്ള സമയം. അപ്പോ ഡിസംബറിലേക്ക് ഒരു അപ്ലിക്കേഷൻ ഇടണമെന്നുണ്ടെങ്കിൽ ഐഡിയൽ ടൈം ഫ്രെയിം ആണ് അവർ 3 months എന്ന് പറയുന്നത്. അപ്പോൾ 1 മാസം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇമിഗ്രേഷന്റെ കയ്യിലുള്ള കാര്യമാണ്. പക്ഷെ എത്രയും നല്ലത് നേരത്തെ ഇടാനാണ് ഇമിഗ്രേഷൻ തന്നെ സജസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നേരത്തെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫീസ് ഇൻക്രീസും കൂടി ഒഴിവാക്കിയിട്ട് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. അതിന്റെ ഫീസ് ഇൻക്രീസ് അത് 2 തരത്തിലാണ് അതിന്റെ ഫീ ഇൻക്രീസ് വരുന്നത്. ഇതിന്റെ അപ്ലിക്കേഷൻ ഫീയും കൂടുന്നുണ്ട്, ഒരു ഇന്റർനാഷണൽ വിസിറ്റേഴ്സ് ലെവി അതും കൂടുന്നുണ്ട്. ടൂറിസ്റ്റുകൾക്കുള്ള അവരെ വിസിറ്റ് ചെയ്യുന്നവർക്കുള്ള ഒരു ടാക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ക്ലോസ് ടു $350 അടുത്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൽ ചെറിയ ക്ലാരിഫിക്കേഷൻ വരാണ്. അപ്പൊ അതുകൊണ്ട് അതും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പോ അതുപോലെ തന്നെ സ്റ്റുഡന്റ് വിസ 3 മാസം മുന്നേ ലോഡ് ചെയ്യാനാണ് അവർ പറയുന്നത്. ഈ നേരത്തെ പറഞ്ഞ പാർട്ട്ണർഷിപ്പ് ബേസ്ഡ് അപ്ലിക്കേഷൻസിന്, പാർട്ട്ണർഷിപ്പ് ബേസ്ഡ് റെസിഡൻസ് എസ്പെഷ്യലി, അതിനിപ്പോ ഒരു 7 to 8 months, 6 to 8 months എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും ഡിലേ ഉണ്ട് പ്രോസസ്സിങ്. അപ്പോ നമ്മൾക്ക് അറിയാവുന്ന പോലെ റെസിഡൻസ് ആണ് എല്ലാവരും ഇവിടെ വരുന്നവര് ആദ്യം കാത്തിരിക്കുന്നത്. അപ്പോൾ റെസിഡൻസ് വന്നു, പിന്നെയാണ് പെർമനന്റ് റെസിഡൻസിലേക്ക് പോകുന്നത്. അപ്പോൾ റെസിഡൻസിലേക്ക് താല്പര്യമുള്ളവർ, അതെല്ലാവർക്കും താല്പര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കും. പിന്നെ എല്ലാവർക്കും ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് വന്ന് എത്തിപ്പെടുക, ഇവിടെ നിൽക്കുക. നമ്മൾ ദുബായ് പോലെ നല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു വീട് മേടിക്കാനൊക്കെ ഉള്ള ഒരു ഗ്രാമത്തിലേക്ക് എന്താണ് ആദ്യം വേണ്ടത്? റെസിഡൻസ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു യൂഷ്വൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്റ്റുഡന്റ് ആയിട്ട് വരികയാണെങ്കിൽ ഒരു ടെമ്പററി വിസയാണ്. പലതും ടെമ്പററി വിസാസിലാണ് നമ്മൾ പലരും വരിക. ഇപ്പൊ വിസിറ്റർ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റുഡന്റ് ആവാം, അല്ലെങ്കിൽ ഒരു വർക്ക് വിസ ആയിരിക്കാം. അതിനുശേഷമാണ് നമ്മൾ റെസിഡൻസിലേക്ക് പോകുന്നത്. പലർക്കും പല രാജ്യങ്ങളുമായിട്ട് വ്യത്യാസം. റെസിഡൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർമനന്റ് റെസിഡന്റ് ആയെന്നാണ് നമ്മൾ പൊതുവെ ഉള്ള ധാരണ. ന്യൂസിലൻഡിൽ ഒരു വ്യത്യാസമാണ്. ന്യൂസിലൻഡിൽ ആദ്യം നമുക്ക് ഓരോരുത്തർക്കും റെസിഡൻസ് ആണ് കിട്ടുന്നത്. അതിനുശേഷമാണ് പെർമനന്റ് റെസിഡന്റ് കിട്ടുക. എത്ര കാലം പിടിക്കും? 2 വർഷം. അതായത് നമ്മൾ റെസിഡൻസിന് കിട്ടിയതിന് ശേഷം 2 വർഷം ശേഷമാണ് പെർമനന്റ് റെസിഡന്റ് കിട്ടുന്നത്. എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് കഴിഞ്ഞ് എത്ര കാലം നമ്മൾ സിറ്റിസന് വേണ്ടി എത്ര കാലം? സിറ്റിസന് റെസിഡൻസിൽ നിന്ന് 5 വർഷമാണ്. 5 വർഷം. അപ്പോഴാണ് നിങ്ങൾ എലിജിബിൾ ആവുന്നത്. അപ്പോ ഫസ്റ്റ് റെസിഡൻസ് ആണ്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർമനന്റ് റെസിഡൻസ്.
അതിനുശേഷം 3 വർഷം, അതായത് 2+3 അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെയാണ് സിറ്റിസൺഷിപ്പിലേക്ക് എലിജിബിലിറ്റി. ഇതിന്റെ ഇടയിൽ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോ നമ്മൾ ഈ 2021 റെസിഡന്റ് വിസ പലർക്കും ന്യൂസിലാൻഡിൽ കിട്ടിയിട്ടുള്ളവരാണ്. അവരുടെ ഇപ്പോ പലർക്കും പെർമനന്റ് റെസിഡൻസിലേക്കുള്ള ഡേറ്റ്സ് എത്തിയിട്ടുണ്ടാവും. അപ്പൊ അതും മിസ് ചെയ്യാണ്ട് ഈ സമയത്ത് തന്നെ ലോഡ്ജ് ചെയ്യാൻ എലിജിബിലിറ്റി ആയി കഴിഞ്ഞാൽ, അത് 2 വർഷം ഇവിടെ ഉണ്ടായിരിക്കണം. 1 വർഷം നമ്മൾ ഇന്ന ഒരു സർട്ടൺ നമ്പർ ഓഫ് ഡേയ്സ് ഇവിടെ ഉണ്ടായാലാണ് ഈച്ച് ഇയർ അത് ഉണ്ടായിരിക്കണം. അതിനുശേഷമാണ് നമ്മൾ പെർമനന്റ് റെസിഡൻസിലേക്ക് എലിജിബിൾ ആവുക. അപ്പോൾ എനിക്ക് പുള്ളിയായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇനി ഒരു 2-3 ആഴ്ചക്കുള്ളിൽ ഇത് എലിജിബിൾ ആയിട്ടുള്ളവര് പെട്ടെന്ന് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി പൈസ സേവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ $2,500 എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആണ്. അപ്പം എനിക്ക് കുറച്ചും കൂടെ എനിക്ക് തോന്നിയ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ ജോലി പരിപാടികളൊക്കെ തിരക്കിനിടയ്ക്ക് പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളെപ്പറ്റി അറിയുണ്ടാവില്ല. അപ്പം ഈ ടൈമും ഇല്ല, അത് തന്നെയാണ് പ്രശ്നം. അപ്പം ഇങ്ങനെയുള്ളവരോട് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടൂലേ? അതാണ് നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊരു ഡിസിഷൻ റെഡി ആപ്ലിക്കേഷൻ എന്നാണ് പൊതുവെ ഇമിഗ്രേഷൻ ടേംസിൽ ഇതിനെ പറയുന്നത്. ഡിസിഷൻ റെഡി ആപ്ലിക്കേഷൻ, അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഗവൺമെന്റ് ഓഫീസിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലോ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ അറിയാം, നമ്മളൊരു ഫയൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫയലിൽ അവർ ആപ്ലിക്കേഷൻസ് എല്ലാം വളരെ ഡോക്യുമെന്റഡ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോക്കുന്ന ഓഫീസർക്കും അത് അപ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഫർദർ ക്വറി ചെയ്യാനോ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളിത് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നവരാകുമ്പോൾ ഇത് ഇന്ത്യൻ ഡോക്യുമെന്റ്സിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം, ഇന്ത്യൻ നിന്നാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ടാവും. ആ ധാരണയുടെ വെളിച്ചത്തിലാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ ഡിസിഷൻ റെഡി ആപ്ലിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ക്വിക്കറായിട്ട് ഈ പറഞ്ഞ ടൈം ഫ്രെയിമിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻസ് കിട്ടാനുള്ള സാധ്യത. അതുകൊണ്ടാണ് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ്, അതിപ്പോ ഞാൻ തന്നെ ആയിക്കൊള്ളുന്നില്ല, വേറെ നിങ്ങൾക്ക് ആരെയാണോ താല്പര്യം ആർക്ക് വേണമെന്നുണ്ടെങ്കിലും പ്രൊഫഷണൽ ആയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾക്ക് കുറച്ചും കൂടി ഇമിഗ്രേഷൻ അത് പ്രോസസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു ഡിസിഷൻ റെഡി ആപ്ലിക്കേഷൻ കൊടുക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ഞങ്ങൾ അങ്ങോട്ട് വിടുന്നു, പിന്നെ അവർ റിട്ടേൺ വിടുന്നു, അത് വേണമെന്ന് പറയുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മെയിലുകൾ അയച്ചാണ് പഠിക്കുന്നത് നമ്മൾ. പക്ഷെ ഇവരുടെ എഴുത്ത് കൊടുത്താൽ അതാണ് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കാനും പിന്നെ നമ്മുടെ ഈ 3 ആഴ്ച 4 ആഴ്ച എന്നുള്ളത് പൈസ സേവ് ചെയ്യാനൊക്കെ നല്ലൊരു മാർഗമായിട്ടാണ് തോന്നുന്നത്. അതെ, അപ്പൊ അത് ഇപ്പോഴുള്ള ഇമ്മീഡിയറ്റ് റിക്കവറി ആണ്. മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കേസ് ഓഫീസർക്ക്, അതായത് ഇമിഗ്രേഷനിലുള്ള ഒരു കേസ് ഓഫീസർക്ക് ഈ ഡോക്യുമെന്റ് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ തിരിച്ചും ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നല്ല പറഞ്ഞത്. നമ്മള് ഇപ്പൊ ഞങ്ങളുടെ സർവീസസോ അല്ലെങ്കിൽ ആരെങ്കിലും സർവീസസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും നമ്മളാണ് ഹാൻഡിൽ ചെയ്യുക. ആക്ച്വലി ആസ് എ കസ്റ്റമർ ഒന്നും അറിയേണ്ട ആവശ്യമില്ല, ക്ലയന്റ് അറിയേണ്ട ആവശ്യമില്ല. വേണ്ട ഡോക്യുമെന്റ്സ് തരണം, പക്ഷെ ആ കമ്മ്യൂണിക്കേഷൻ എല്ലാം ഇമിഗ്രേഷനായിട്ട് നമ്മൾ സംസാരിച്ച് എല്ലാം ചെയ്യും. അതായത് തലവേദന കുറഞ്ഞിരിക്കും എന്നാണ് പറഞ്ഞത്. അതെ, അപ്പൊ അത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡോക്യുമെന്ററി എവിഡൻസുകളൊക്കെ നമുക്ക് കുറച്ചും കൂടി അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാലോ, പ്രസന്റേഷൻ ആണ് എപ്പോഴും ഒരു ആപ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അപ്പോ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മള് ഒരു ഡിക്ലൈൻ ഒഴിവാക്കിയിട്ട് ചെയ്യായിരിക്കും എപ്പോഴും നല്ലത്. ഡിക്ലൈനിലേക്കുള്ള സാധ്യത കുറഞ്ഞിട്ട്. അത് വളരെ വലിയൊരു പോയിന്റ് ആണ്. ഡിക്ലൈൻ ആവാതിരിക്കാനുള്ള ഡിക്ലൈൻ എപ്പോഴും നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് എപ്പോഴും നല്ലത്. പല രാജ്യങ്ങളും പല രീതിയിൽ ഇപ്പോ സ്റ്റുഡന്റ് ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ വർക്ക് വിസ ആയിക്കോട്ടെ എല്ലാ മെഷേഴ്സും ടൈറ്റൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇമിഗ്രേഷൻ ന്യൂസിലൻഡും അങ്ങനെ ടൈറ്റൻ മെഷേഴ്സ് ഒക്കെ ടൈറ്റൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് നമുക്ക് വർക്ക് വിസ ഒന്നും ഇപ്പൊ കിട്ടാനില്ല. പൊതുവിൽ ജോലി ഞാൻ പറയാൻ തന്നെ അറിയാലോ, ജോലിയുടെ എനിക്ക് എല്ലാ ദിവസവും വരുന്നുണ്ട്. അടുത്ത ഇടയ്ക്ക് നമുക്ക് വന്നോളൂ ആയുർവേദിക് ഇതിലൊക്കെ ജോലി കിട്ടുമോ എന്ന് ചോദിച്ച് ദിവസവും വരുന്നുണ്ട്. അൺസ്കിൽഡ് ജോലി കിട്ടുമോ എന്ന് ചോദിച്ചു, വിസിറ്റ് വിസയിൽ ജോലി കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് ഇപ്പോഴും വരുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കാം. ഓക്കെ. ഇപ്പൊ എങ്ങനെ ഓപ്പർച്യൂണിറ്റി, എങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ്? ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നെറ്റ് മൈഗ്രേഷൻ ഒരുപാട് കൂടുതലായിരുന്നു. നെറ്റ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ആൾക്കാരും ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാരുടെയും ഡിഫറൻസ് അത് പോസിറ്റീവ് ആയിട്ടാണ് ന്യൂസിലൻഡിലേക്ക് വന്നത്. ഇത് നമുക്കറിയാലോ, ഏത് രാജ്യമായാലും പൊതുവെ ആളുകളുടെ എണ്ണം കുറഞ്ഞു നിൽക്കുന്ന രാജ്യങ്ങളാണ് ന്യൂസിലൻഡ് പോലെയുള്ള രാജ്യങ്ങൾ. അപ്പോൾ
ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് ഇൻഫ്ലോ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വിലക്കയറ്റം അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കൊക്കെ അതിന് അഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ അഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് കാണാം. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ഗവൺമെന്റ് പല സമയങ്ങളിലും പല രീതിയിലുള്ള മെഷേഴ്സ് എടുക്കും. അതിലൊരു മെഷറാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരിതിനെ ടൈറ്റൻ ചെയ്യാനും കുറച്ചും കൂടി കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യം. അല്ലാണ്ട് ഗവൺമെന്റ് മൈഗ്രൻസിനെതിരല്ല. മൈഗ്രൻസ് വരണം, മൈഗ്രൻസ് വേണം ഇവിടെ ജോലി ചെയ്യാനായിട്ട്. ഈ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വേണം. പക്ഷെ അതിന് സ്കിൽഡ് ആയിട്ടുള്ള ലേബറാണ് അവർ നോക്കുന്നത്. അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്കിൽഡ് മൈഗ്രന്റ് കാറ്റഗറി, അതായത് ന്യൂസിലൻഡിലെ ഒരുവിധപ്പെട്ട ഏറ്റവും കൂടുതൽ ആളുകൾ മൈഗ്രൻസ് വന്ന് റെസിഡൻസിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് സ്കിൽഡ് മൈഗ്രന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. സ്കിൽഡ് മൈഗ്രന്റ് കാറ്റഗറിയിൽ ഇപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രധാന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴല്ല കുറച്ച് നാളായി അത് വന്നിട്ടുള്ളത്, അതിന്റെ ബേസ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് ആണ് അവർ പറയുന്നത്. ബാച്ചിലേഴ്സ് ഒരു അഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെസിഡൻസിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോഴുള്ള ചേഞ്ചസ് വന്ന പ്രകാരം. അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ വരണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതല്ലാണ്ടുള്ള സാധ്യതകൾ വേറെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് അതൊരു പ്രധാനപ്പെട്ട കാറ്റഗറിയാണ് സ്കിൽഡ് മൈഗ്രന്റ് കാറ്റഗറി. ആ കാറ്റഗറിയിലും അവര് ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കുന്നു. സ്കിൽഡ് ആയിട്ടുള്ളവരെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ജോബ് കിട്ടുന്നുണ്ടോ? ജോബ് എന്താണ് ജോബ് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറവാണെന്ന് പറയാം. ഞാൻ ഈ പറഞ്ഞതുപോലെ ഗവൺമെന്റ് ചെയ്തേക്കുന്ന മെഷേഴ്സ് ആണ്. അതായത് നമുക്കറിയാം, നേരത്തെ സംസാരിച്ചല്ലോ, ഈ സ്കാമും അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന്. അതായത് ഇവിടെയുള്ള ഒരു എംപ്ലോയർക്ക് പുറമേ നിന്ന് ഒരാളെ റിക്രൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് അത് ഇമിഗ്രേഷനിൽ നിന്ന് ചോദിച്ച് അതിന്റെ അനുവാദം വാങ്ങിച്ചതിന് ശേഷം മാത്രമേ ഓഫർ ചെയ്യാൻ പറ്റുള്ളൂ. കൺഫേം ചെയ്യണം. അപ്പൊ അത് പല കാറ്റഗറിയിൽ, അത് പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അതിന്റെ ബേസ് ലൈൻ എന്ന് പറഞ്ഞത് ഇവിടെ ആളില്ല എന്ന് ഉറപ്പുവരുത്തണം. അതിനുശേഷമാണ് നമുക്ക് പുറമേ നിന്ന് ഒരാളെ എടുക്കാൻ. അത് എന്തുകൊണ്ട് എടുക്കണമെന്നുള്ളത് ഈ എംപ്ലോയർ അത് കൺഫേം ചെയ്ത് അവരെടുത്ത് എടുക്കണം. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ആയിട്ട് ഒരു ഓഫർ വന്നാൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വേറെ ആരുടെ ചോദിക്കാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഈ അക്രഡിറ്റഡ് എംപ്ലോയർ ആയിട്ടുള്ളവരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇനി ലിസ്റ്റ് ആയിട്ട് തന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആരെങ്കിലും ഒരു ഓഫർ ലെറ്റർ തന്നു എന്ന് വിചാരിക്കാം. ഇഷ്ടംപോലെ ആളുകൾക്ക് ഓഫർ ലെറ്ററുകൾ വരുന്നുണ്ട്, വിസ വരുന്നുണ്ട്, അത് എനിക്ക് സ്ഥിരം കിട്ടുന്നുണ്ട്. അതെ, അതിൽ ചെയ്യേണ്ട കാര്യം ഇപ്പൊ ഞാൻ ഒരു പേര് പറയാണ്, ABC ലിമിറ്റഡ് എന്ന് വിചാരിച്ചു. ABC ലിമിറ്റഡ് ആണ് നിങ്ങൾക്ക് ജോബ് ഓഫർ, ഇന്ന ജോലി ഓഫർ ചെയ്തിട്ടുണ്ട്, ഇന്ന സാലറി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓഫർ ലെറ്ററിൽ കൊടുത്തിട്ടുള്ള പേര് എടുത്തിട്ട് ഈ ഇമിഗ്രേഷന്റെ തന്നെ വെബ്സൈറ്റിൽ, അതായത് ഗവൺമെന്റിന്റെ ഇമിഗ്രേഷൻ ന്യൂസിലൻഡിന്റെ വെബ്സൈറ്റ് ആണ്, വേറെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇമിഗ്രേഷൻ ന്യൂസിലൻഡിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ABC ലിമിറ്റഡ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അക്രഡിറ്റഡ് ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഫണലിംഗ് ഡൗൺ ആണ്. നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് സ്റ്റേജ് ആണ്. അപ്പോ ഫസ്റ്റ് സ്റ്റേജിൽ ഇത് നോക്കുക, ഇത് അക്രഡിറ്റഡ് എംപ്ലോയർ ആണോ. അക്രഡിറ്റഡ് എംപ്ലോയർ അല്ല എന്നുണ്ടെങ്കിൽ ഓഫ് ഷോർ ആയെന്ന് ഒരാളെ എടുക്കാൻ അവരെ കൊണ്ട് പറ്റൂല. കാര്യം അക്രഡിറ്റഡ് എംപ്ലോയർക്ക് മാത്രമേ ഒരു അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ കൊടുക്കാൻ പറ്റുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ജോബ് ഓഫർ കിട്ടി അല്ലെങ്കിൽ വിസ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നേരെ ഇമിഗ്രേഷന്റെ വെബ്സൈറ്റിൽ, ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് വെബ്സൈറ്റിൽ കയറി ആ കമ്പനിയുടെ പേര് അടിച്ചു നോക്കുക. ആദ്യം തന്നെ ഫസ്റ്റ് അതാണ്, അത് ടിക്ക് വന്നാൽ പിന്നെ അടുത്ത കാര്യം നോക്കിയാൽ മതി. അതെ, അപ്പോഴാണ് നമ്മൾ പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് കിടക്കേണ്ട ആവശ്യമുള്ളൂ. അതിന്റെ ജോബ് ടോക്കൺ അവർ ഇവിടെ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടോ, അവർക്ക് അതിന്റെ ഇമിഗ്രേഷനിൽ നിന്ന് അവർക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ആ ഇത് കഴിഞ്ഞു, അവര് അക്രഡിറ്റഡ് എംപ്ലോയർ ആണെന്ന് നമ്മൾ അറിഞ്ഞു, പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? അതായത് പിന്നെ ഈ നമ്മളൊരു വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അക്രഡിറ്റഡ് എംപ്ലോയർ, ഞാൻ ഈ പറയുന്നത് അക്രഡിറ്റഡ് എംപ്ലോയർ എന്നുള്ള വർക്ക് വിസയിലേക്ക് മൂവ് ചെയ്യണം. പല ടൈപ്പ് വിസ ഉണ്ട്, അതായത് പാർട്ണർഷിപ്പ് ബേസ്ഡ് വർക്ക് വിസ ഉണ്ട്, അതൊരു ഓപ്പൺ വർക്ക് വിസയാണ്. അതിന് ഈ പറഞ്ഞ പ്രോസസ് ഒന്നുമില്ല. അതായത് ഇവിടെയുള്ള ന്യൂസിലൻഡിലുള്ള ആരെങ്കിലും പാർട്ട്ണർ ആയിട്ട് ഡിപ്പെൻഡന്റ് ആയിട്ട് നമ്മൾ വരുന്ന കാറ്റഗറിയിലാണ് അത് പറയുന്നത്. അതിന് ഈ റൂൾസ് എല്ലാം അപ്ലിക്കബിൾ. അത് അത്ര പേടിക്കേണ്ട കാര്യമില്ല. അതിന് ഓപ്പൺ വർക്ക് വിസയാണ്, ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് ഇല്ല. ഈ അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയർക്ക് കൊടുക്കാൻ പറ്റുന്ന വർക്ക് വിസയാണ്. അവർ ഈ കാര്യം അവർക്ക് ഇമിഗ്രേഷനിൽ നിന്ന് ഇതിന്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ടോ, അതായത് പുറമേ നിന്ന് ഒരാളെ എടുക്കാൻ അവർക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് അത് അറിയുന്നത് അത് ശരിക്കും എംപ്ലോയർ ആണ് ചെയ്യേണ്ടത്. അപ്പോ പുറമേ നിന്നൊരു എംപ്ലോയർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ പുറമേ നിന്നൊരു മൈഗ്രന്റിനെ എംപ്ലോയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുവിധപ്പെട്ട എംപ്ലോയർക്കും ഈ പ്രോസസ്സ് അറിയുണ്ടാവും. അപ്പോൾ അവരുടെ ജോബ് അഡ്വർടൈസ്മെന്റിൽ അവർ കൃത്യമായിട്ട് പറയും ന്യൂസിലൻഡ് സിറ്റിസൺ അല്ലെങ്കിൽ ന്യൂസിലൻഡ് റെസിഡന്റ് അല്ലെങ്കിൽ ന്യൂസിലൻഡ് വർക്ക് വിസ ഹോൾഡർ അല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ്സ് ടു വർക്ക് ഇൻ ന്യൂസിലൻഡ് വേണം എന്നവർ പറയും. അത് മിക്കവാറും കേസിൽ അത് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പുറമേ നിന്ന് ഒരാളെ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. അത് പറയാത്ത കേസസിൽ ഇവര് ഇമിഗ്രേഷന് എഴുതി അതിന് ജോബ് ചെക്ക് എന്നാണ് അവർ പറയുന്നത്. നമ്മള് ഈ പ്രോസസ്സ് അവൾ ഇമിഗ്രേഷൻ്റെ അടുത്ത് പറയും, ഞാൻ ഈ അഡ്വർടൈസ്മെന്റ് കൊടുത്തു, ഇന്ന കാര്യങ്ങൾ ചെയ്തു, എനിക്ക് ഇതിന് പറ്റുന്ന ആളെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പുറമേ നിന്ന് അല്ലെങ്കിൽ ഓഫ് ഷോറിൽ നിന്നുള്ള ഒരാളെ എടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പം എനിക്ക് തോന്നുന്ന ഗവൺമെന്റും അത്ര ഹാപ്പി അല്ല എന്നാണ് പുറത്തുനിന്ന് ആൾക്കാരെ എടുക്കുന്നതിനോട് താല്പര്യം കുറവുണ്ടോ? നേഴ്സസിന്റെ ഒക്കെ ഫ്രീസ് ചെയ്തേക്കാന്ന് കണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അത് ഗവൺമെന്റിന് എടുക്കണ്ടെന്നല്ല, അവർക്ക് ജോലി ഇപ്പൊ കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതാണ്. അപ്പൊ ഫ്രീസിങ്ങിന്റെ കാര്യത്തിനൊക്കെ പറ്റി അത് ഗവൺമെന്റ് ലെവലിൽ തീരുമാനിക്കുന്ന കാര്യമാണ്. ഞാൻ പൊതുവിൽ ഒരു ജോബ് ഓഫർ പുറമേ നിന്ന്, ഞാൻ സ്കാമിന്റെ വെളിച്ചത്തിലാണ് ഇത് പറയുന്നത്, പുറമേ നിന്ന് വരുന്ന സമയത്ത് ജോബ് ടോക്കൺ എന്ന് പറയും. ഒരു ടോക്കൺ, ഒരു പ്രത്യേക ഒരു നമ്പർ, പിന്നെ ആളെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്നാളെ എടുക്കാൻ ഒരു ജോബ് ടോക്കൺ അപ്രൂവൽ ആക്കി എടുക്കണം. അതിന് എംപ്ലോയർക്ക് അതിനൊരു ചെലവുണ്ട്. ആ എംപ്ലോയർ ചെലവ് ചെയ്ത് അത് കിട്ടിയാൽ മാത്രമേ ഈ നേരത്തെ പറഞ്ഞ അക്രഡിറ്റഡ് എംപ്ലോയർക്ക് ഒരാളെ എടുക്കാൻ പറ്റുള്ളൂ. എക്സ്പെൻസീവ്, അതായത് ഈ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് അവർ വെച്ചിരിക്കുന്ന ചെക്കാണ്. അതായത് ഇന്ന കാര്യങ്ങൾ അവര് ലോസ് മേക്കിംഗ് ആണോ, അല്ലെങ്കിൽ അവർക്ക് ഈ ഡയറക്ടേഴ്സിന് അഗെയിൻസ്റ്റ് എന്തെങ്കിലും കേസ് ഉണ്ടോ, അല്ലെങ്കിൽ നല്ല എംപ്ലോയർ ആണോ എന്ന് വെരിഫൈ ചെയ്യുന്നതാണ് ഈ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്. ഓക്കെ, അല്ല ഞാൻ പറയുന്നത് ഇപ്പൊ ആദ്യം ഞാൻ നോക്കി അക്രഡിറ്റഡ് എംപ്ലോയർ ആണെന്ന് അറിഞ്ഞു, അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ചെയ്യാൻ പറ്റും, അത് അറിയാൻ പറ്റും. നമുക്ക് ഈ നമ്മളെ എംപ്ലോയർമാരുടെ അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും, അവർക്കും വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിസ പരിപാടിയൊക്കെ വന്നു, നിങ്ങൾക്ക് അതിൽ ഫേക്ക് ആണോ അല്ലോ എന്നൊക്കെ അറിയാൻ വേണ്ടി വേണമെങ്കിൽ ഇതുപോലുള്ള ആളുകളെ കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ ഇവര് ഇവിടെ തന്നെ ഉള്ളതായതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു ഈസി വേ ആണ്. ഇപ്പം എന്നോടൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടാവുന്നല്ല, പുള്ളിയോടൊക്കെ ചോദിക്കാന്നല്ല, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളല്ല, പുള്ളിയൊക്കെ സ്ഥിരം ഇത് ചെയ്യുന്നയാളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ ഈവൻ എന്നെയും കോൺടാക്ട് ചെയ്യണ്ട, കോൺടാക്ട് ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, വിരോധമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അത് ഈസി ആയിട്ട് അതായത് ഇപ്പൊ ഒരു ഓഫർ ഒരാൾ തന്നു, എനിക്ക് ഇന്ന ഓഫർ ലെറ്റർ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എംപ്ലോയർ ആദ്യം ഇതിന് എന്നെ എടുക്കാൻ പറ്റാൻ സാധ്യതയുള്ള ആളാണോ എന്നുള്ളത് അറിയണം. അപ്പൊ അത് കയറി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ABCയോ XYCയോ ആരെയും ആയിക്കോട്ടെ, അത് പിടിയിട്ട് കാണാം. അപ്പം എനിക്ക് പുള്ളിയോട് ഇത്രയും നേരം സംസാരിച്ചപ്പോൾ മനസ്സിലാവുന്നത് പല കാര്യങ്ങളും നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പം ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവര് ഈ പ്രൊഫഷൻ, ഇതാണ് പരിപാടി ഇവരുടെ. അപ്പൊ നിങ്ങൾ ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നത്, അങ്ങനെ എന്തൊക്കെയാണ്? അപ്പൊ ഒബ്വിയസ്ലി നമുക്കറിയാലോ, ന്യൂസിലാൻഡിലും അല്ലെങ്കിൽ പൊതുവെ എല്ലായിടും നമ്മളൊരു സർവീസ് ചെയ്യുന്ന സമയത്ത് അതിനൊരു കോസ്റ്റ് അറ്റാച്ച്ഡ് ഉണ്ട്. ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്ന ഫീ മുഴുവൻ ഇമിഗ്രേഷന്റെ സൈഡിൽ, ഗവൺമെന്റ് സൈഡിലുള്ള ഫീ ആണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇത് കൂടാണ്ടുള്ളതാണ് പ്രൊഫഷണൽ ഫീ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ അഡ്വൈസർക്കുള്ള ഫീ എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്ക് അത് അതിനൊരു എമൗണ്ട് ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവശ്യാനുസരണം അങ്ങോട്ട് കയറ്റാൻ വേണ്ടിയിട്ടല്ല. അതിലെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരു ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ഇന്ന റേറ്റ് എന്ന് പൊതുവെ നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിലെന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പല വേരിയബിൾസ് ഉണ്ട്. ഒരു വിസ ആപ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം അത് പല രീതിയിൽ അതിനെ കാണാം. അതായത് പല രീതിയിലായിരിക്കും, പല പ്രശ്നങ്ങളുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ വേറെ ആളുടെ തന്ന പോലെ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ചെയ്തു, അവന് ഇത്രയും വന്നുള്ളൂ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കാം, അതിന് ഞാൻ ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല. പക്ഷെ പലപ്പോഴും ഓരോ ആപ്ലിക്കേഷൻ പോലെയല്ല മറ്റൊരു ആപ്ലിക്കേഷൻ. അതിൽ പലതായിട്ടുള്ള, അതായത് നിങ്ങൾ താമസിച്ച സ്ഥലമായിരിക്കാം, നിങ്ങൾക്കുള്ള മുമ്പുണ്ടായിരുന്ന എന്തെങ്കിലും ഡിക്ലൈൻ ആവാം, അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ കിട്ടിയിട്ടുള്ള ഡിക്ലൈൻ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ പലവിധമായിട്ടുള്ള PCC റിലേറ്റഡ് ആവാം, മെഡിക്കൽ റിലേറ്റഡ് ആയിരിക്കും, അങ്ങനെ പല കാര്യങ്ങളും. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ പല പ്രശ്നം ഇതുണ്ടാവും, പല വേരി വരാം. അപ്പോ
നമ്മൾക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സ് അതോറിറ്റിയുടെ പ്രകാരം നിങ്ങളുടെ ഫീസ് ഫെയർ ആയിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോ അത് വിട്ട് സാധാരണഗതിയിൽ ആരും പോവില്ല. ഫെയർ ആയിരിക്കും ഇതിന്റെ ഫീ. പിന്നെ ഒരു ഇമിഗ്രേഷൻ അഡ്വൈസറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഒരു കോൺട്രാക്ട് ബേസ്ഡ് ആണ്. നമ്മൾ ആദ്യം കോൺട്രാക്ട് സൈൻ ചെയ്തതിനു ശേഷമാണ് മുന്നോട്ട് പോകുക. ഈ കോൺട്രാക്റ്റിലെ എല്ലാ കാര്യങ്ങളും ഫീസും എന്ത് ഫീ ആണ്, എപ്പോ ഫീ കളക്ട് ചെയ്യും, എങ്ങനെ ഫീ കളക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അതിനുശേഷം അപ്പോ അത് പ്രകാരമായിരിക്കും ഇത് കളക്ട് ചെയ്യുക. ഇപ്പൊ ഒരു കോൺട്രാക്ട് കിട്ടി എന്നിട്ട് പറയണോ ഈ കോൺട്രാക്റ്റിൽ എനിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ അപ്പൊ ക്യാൻസൽ ചെയ്യാം അപ്പൊ തന്നെ. അതായത് സൈനപ്പ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, സാധാരണ ഇതിനൊക്കെ ഒരു ബേസ് ഒരു കോട്ട് ഉണ്ടാവായിരിക്കാം. അതിന്റെ മുകളിൽ നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ വരുന്നതിന്റെ കോംപ്ലക്സിറ്റി നോക്കിയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കോട്ട് ചെയ്യാത്തതിന്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അത് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ കവർ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയിണ്ടാവാം. പിന്നെ ഒത്തിരി പേർക്ക് ഇനിയും ഡൗട്ട് ഉണ്ടാകാം. അപ്പം ഡൗട്ട് ഉള്ളത് വേണമെങ്കിൽ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ അടിയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞങ്ങൾ വേറെ QA പോലെ ചെയ്യാം. അല്ലെങ്കിൽ വേറെ ഡീറ്റെയിൽസ് പുള്ളിയുടെ ഡീറ്റെയിൽസ് ഞാൻ തരാം. എന്തൊക്കെ തരാം? ഇമെയിൽ അഡ്രസ് കൊടുക്കാൻ പറ്റും. ഇമെയിൽ അഡ്രസ് കൊടുക്കാം. പിന്നെ എന്താ കൊടുക്കാം? വാട്സാപ്പ് നമ്പർ കൊടുക്കാൻ പറ്റും. അപ്പം അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വല്ല ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പുള്ളിയോട് ചോദിക്കാം. എനിക്ക് വിശ്വാസമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് എന്നെ നിങ്ങൾക്ക് കുറെ പേർക്ക് വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ പുള്ളിയെ വിശ്വസിക്കാം. അതുകൊണ്ടാണ് ഞാൻ പുള്ളിയായിട്ട് ഇത് ചാറ്റ് ചെയ്യാന്ന് വെച്ചത്. എന്നോട് ഒത്തിരി പേര് ഇങ്ങനെയുള്ള അഡ്വൈസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു 1-2 പേര്. അപ്പം ഇതൊരു നല്ലൊരു സമയത്താണ് നമ്മൾ തമ്മിൽ കൂട്ടിമുട്ടിയത്. പിന്നെ തൃശ്ശൂരാണ്. ഫാമിലി ഇവിടെ ഉണ്ടോ? ഫാമിലി ഇവിടെ ഉണ്ട്. പിള്ളേര് 2 തൃശ്ശൂരിന്റെ തമാശകളൊക്കെ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ തമാശ ആണ്. തൃശ്ശൂർ പൂരം നിങ്ങളുടെ വികാരമാണ്. അതെ. തൃശ്ശൂർ നാട്ടിൽ പോകാറുണ്ടോ? ആയിക്കോട്ടെ. അപ്പം സംശയങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. പിന്നെ പുള്ളിയുടെ ഡീറ്റെയിൽസ് മുഴുവൻ അടിയിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ചോദിക്കാം. പിന്നെ ഏതാണ് ഇമിഗ്രേഷന്റെ ഡീറ്റെയിൽസ്? ഇമിഗ്രേഷന്റെ ഞാൻ നേരത്തെ പറഞ്ഞ അക്രഡിറ്റഡ് എംപ്ലോയർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള വെബ്സൈറ്റ് ലിങ്കും ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ശ്രമിക്കാം. പുള്ളിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ അടിയിൽ കൊടുത്തേക്കാം. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ പുള്ളിയെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. ഇമെയിലും ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചും ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഈ 2 ആഴ്ച യൂട്ടിലൈസ് ചെയ്യുക. അതായത് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് പ്രത്യേകിച്ച് ഇത് ചെയ്തത്. പറ്റാവുന്നവര് എലിജിബിൾ ഉണ്ട്. നിങ്ങൾ ഈ ചാൻസ് സുവർണാവസരം മിസ് ചെയ്യാതെ ഒന്നെങ്കിൽ എന്റെ സർവീസസ് എടുക്കാം, അല്ലാതെ വേറെ ആരെങ്കിലും സർവീസ് എടുക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാം. പക്ഷെ ചെയ്യുന്ന സമയത്ത് ഡിസിഷൻ റെഡി ആയിട്ടും ഇതില് മാക്സിമം ഈ ബെനിഫിറ്റ് ഉപയോഗിച്ച് സെപ്റ്റംബർ മുന്നേ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ പരിപാടിയിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ കുറച്ച് ഈസി ആയിരിക്കും. അത് അപ്പൊ ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ വേറെ ആളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് പരിപാടികൾ നടക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഇത് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ബൈ ബൈ ഫ്രം ന്യൂസിലാൻഡ്, മല്ലു ഗൈസ്.